വരുന്ന വാഹനങ്ങൾ തടഞ്ഞ് കവർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ടിറങ്ങിയ സംഘത്തെ വയനാട് പോലീസ് പിടികൂടി. കൽപ്പറ്റ നഗരത്തിൽ റൂമെടുത്ത് കവർച്ചയ്ക്ക് ഗൂഢാലോചന നടത്തുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. നൈറ്റ് പട്രോളിംഗ് സംഘത്തിന് തോന്നിയ സംശയമാണ് വൻ കവർച്ച മുളയിലേ നുള്ളിയത്. വാഹനം കവർന്ന് പൊളിച്ചിരുമ്പാക്കി വിൽക്കാനായിരുന്നു പദ്ധതി. സംഘത്തെയാണ് വയനാട് കൽപ്പറ്റയിൽ വെച്ച് പിടികൂടിയത്. വിവിധ ജില്ലകളിൽ നിന്ന് പ്രതികൾ കൽപ്പറ്റയിലെത്തി റൂമെടുത്ത് കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾ ആൾപാർക്കില്ലാത്ത പോയിന്റുകളിലെത്തി തടഞ്ഞ് വാഹനം കവർച്ച ചെയ്യാനായിരുന്നു പദ്ധതി. ഇതിനു മുന്നോടിയായാണ് കൽപ്പറ്റയിലെത്തിയത്. ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു പദ്ധതി ആസൂത്രണം. രാത്രി വൈകി ഹോട്ടൽ മുറിക്ക് പുറത്ത് റോഡിൽ ഒരു ഇന്നോവ കാറും കുറച്ച് യുവാക്കളും സംശയാസ്പദമായി നിൽക്കുന്നത് കണ്ട് നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് വൻ കവർച്ച പൊളിഞ്ഞത്. കൽപ്പറ്റ കൺട്രോൾ റൂം ASI മുജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവാക്കളെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായാണ് മറുപടി പറഞ്ഞത്. പിന്നാലെ കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചപ്പോൾ നമ്പർ വ്യാജമാണെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് DYSP KG പ്രവീൺ കുമാറിനെ വിവരം അറിയിക്കുകയും കൂടുതൽ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. മുഴകുന്ന സ്വദേശി ഷനീഷ്, വിളക്കോട് സ്വദേശികളായ സജീവൻ, ഷംസീർ, നിസാമുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ മുഖ്യപ്രതി വധശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.